സുഹൃത്തുക്കളെ, നമ്മളിവിടെ വീണ്ടും ഒത്തുകൂടുകയാണ്. വളരെ പെട്ടെന്നുള്ള ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ലഘുനാടകത്തിന്റെ അവതരണവും അതിനോടനുബന്ധമായിട്ടൊരു ചർച്ച എന്നുള്ള രീതിയിൽ വെച്ചത്. നാടകം അവതരിപ്പിക്കുന്നവരെയാണ് ആദ്യം പറയുന്നത്. അത് നമ്മുടെ പ്ലാറ്റ്ഫോം തിയേറ്ററിന്റെ അഭിനേതാക്കള് TV ബാലകൃഷ്ണനും സഞ്ജു മാധവും കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അവരിങ്ങനെ പെട്ടെന്ന് ജയൻ കോമറേഡിനോട് പറയുന്നു, അവര് ഗോവയിൽ പോകുന്നുണ്ട് നാളെ. അപ്പൊ അവർ നേരത്തെ കളിച്ച പ്ലേ ആണ് NN പിള്ളയുടെ ശുദ്ധമതളം, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതിനൊരു അവതരണം, ഒരു ഫൈനൽ റിഹേഴ്സൽ പോലെ ഒരു അവതരണം ഒരുക്കി തരണം, സ്പേസ് തരണം എന്ന് പറയുന്നു. മറ്റൊരു വലിയ ഡിമാൻഡ്സ് ഒന്നും ഇല്ല. പിന്നെ നമ്മളും ആലോചിച്ചു, ഇപ്പോ ഇറ്റ്ഫോക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സംഗീത അക്കാദമിയുടെ മേഖലാ മേച്ചറുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഇതിനനുബന്ധമായിട്ട് ഈ ഒരു ചെറുനാടകങ്ങളുടെ ഒരു ചർച്ചയൊക്കെ ആവാം എന്നുള്ള രീതിയിലാണ്. അപ്പോ പർപ്പിൾ തിയേറ്റേഴ്സ്, നാടക സാധകം, കോമറേഡ് ഡ്രൈവിംഗ് സ്കൂള്, സാധക സംഗീതാലയങ്ങളിൽ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഘാടനത്തിൽ നിൽക്കുന്നവരാണ്. അപ്പൊ ആ പേരിലാണ് അതിന്റെ ബാനർ വരുന്നത്. തുടക്കത്തിൽ നമുക്ക് ഒരു ചെറിയ ചർച്ചയാകാം. അപ്പോ പ്രിയനന്ദനൻ എത്തിയിട്ടുണ്ട്, ശശിധരൻ നടുവിൽ വന്നിട്ടുണ്ട്, പിന്നെ ബാലകൃഷ്ണനും സഞ്ജു അവരെ ആക്ട് ചെയ്യുന്നവരും അവരുണ്ട്, KB ഹരി ഉണ്ട്, ബിച്ചുകുമാർ ഉണ്ട്, ജോൺസൺ ചെറമ്മലുണ്ട്. ബിച്ചുകുമാർ ടീം തിയേറ്റർ അമ്മാടത്തിനെ റെപ്രസെന്റ് ചെയ്ത് ഈ വീട്ടുമുറ്റ നാടകങ്ങളെ കുറിച്ച് കൂടുതൽ അനുഭവങ്ങളുള്ള ആളുകളാണ്. രാജേഷ് വെള്ളച്ചെറി ഉണ്ട്. അപ്പോ കുറച്ചു പേര് ഇന്ന് ഇവിടെ ഇരിക്കണ അവരൊന്ന് നന്നായിരിക്കും. പ്രിയൻ ഒന്ന് വാ, തുടങ്ങാം. ശശി, പ്രിയൻ, KB ഹരി, ബിജു, രാജേഷ്, ജോൺസൺ എന്നോ ജസ്റ്റ് ഒന്ന് ഉള്ള സീറ്റിൽ വന്നിരിക്കും. ഉണ്ടാവും 5-6 പേര്, 3-6 പേർക്കുള്ള സീറ്റ് ഉണ്ട്. അല്ല, 2-3 പേര് അവിടെ ഇരിക്കണമല്ല. ഇത് നമ്മൾ ഫേസ്ബുക്ക് ലൈവ് ആണ് ഇപ്പൊ ഈ ചർച്ച. വേറെ ഷൂട്ടും ഉണ്ട്. പ്ലേ നമുക്കൊരു 7:45-3 മണിക്കൂറോളം അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്റിമേറ്റ് തിയേറ്റർ ആ ഒരു സാൻഡ്വിച്ച് ഫോമാണ്. അവിടെയാണ് നമ്മൾ 2 ടാർപ്പായും കുറച്ച് കസേരകൾ തിരിച്ചിട്ടതിലാണ്. അപ്പൊ നമുക്ക് ചർച്ച തുടങ്ങി വെക്കാം. ഇത് വലിയ വലിയ നാടകങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ഞാൻ ഇവരൊക്കെ നേരത്തെ പറയുന്ന എല്ലാവരും സ്വാഗതം ചെയ്യുന്നു മാത്രം. ജയൻ കോമറയുടെ അധ്യക്ഷനായിട്ട് ജയൻ ഒന്ന് ജസ്റ്റ് വന്നിരിക്കും. അപ്പോ എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരെയും, ഇവിടെ വന്നിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളെയും നാടകപ്രേമികളെയും നാടക സംഘത്തെയും ഒക്കെ ഒന്ന് സ്വാഗതം കൂടി ചെയ്യാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, വീട്ടുമുറ്റ സദസ്സുകൾ എന്ന് പറയുന്നത് പല സാധ്യതകളാണ്. നാടകം മാത്രമല്ല, പാട്ട്, കുട്ടികളുടെ ഇതുകള്, എക്സ്പ്രഷൻസ്, അതെല്ലാം വീട്ടുമുറ്റ സദസ്സുകൾ എന്ന് പറയുന്നത്. പണ്ട് കലാസമിതികൾ ഒരുപാട് ഗ്രാമങ്ങളിൽ വളരെ ലൈവായിരുന്നു. ആ ലൈവായി വരുന്നത് അതിന്റെ ഒരു സെക്യുലർ ഇടം എന്നുള്ള രീതിയിലാണ്. ഞങ്ങളൊക്കെ വളർന്നു വന്നത് അങ്ങനെയാണ്. കലാസമിതികളുടെ സ്പേസിന്റെ അതിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് അവർ തരുന്ന ആഹാരം കഴിച്ചുകൊണ്ടും അവർ തരുന്ന ഇടത്തിൽ വിശ്രമിച്ചുകൊണ്ടൊക്കെ തന്നെയാണ്. ശശി വന്നിരിക്കൂ, ഉള്ള സ്ഥലത്തിരിക്കും. അല്ല, അവിടെ വേദി വെറുതെ ബ്ലാങ്ക് ആവും. അതാ ഒരു 3-4 പേര് ഇരിക്കും. പ്രിയരിക്കും. അതെ, വെറുതെ ഇങ്ങനെ കസേര ആൾക്കാര് ഫ്രണ്ടിലുണ്ട്. പക്ഷെ എന്നാലും ജോൺസൺ. അപ്പോ അത്തരം ഒരു ചരിത്രം 70-80 ധാരാളം ഉണ്ട്. അന്നൊക്കെ നാട്ടുകാർ ആദ്യം നാടകം കാണും. ഫൈനൽ റിഹേഴ്സലെങ്കിലും നാട്ടുകാർ വന്ന് കാണുന്നു. അങ്ങനെയാണത് കോമ്പറ്റീഷനിലേക്ക് പിറ്റേ ദിവസം നമ്മൾ വണ്ടി കയറി, അല്ലെങ്കിൽ ടെമ്പോ, അന്നത്തെ ടെമ്പോകളാണല്ലോ, അന്നത്തെ വലിയ AC വണ്ടികളൊന്നുമല്ല. അന്ന് സാധാരണ ടെമ്പോകളിൽ കയറി പോകുന്നു, അല്ലെങ്കിൽ അന്ന് ബൈക്കുള്ളവർ ബൈക്കും വരുന്നു, സൈക്കിള് ചവിട്ടി വരുന്നു, ഓട്ടോറിക്ഷ ഉള്ളവർ വരുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതെല്ലാം ഒരു തരം ഇന്റിമേറ്റ് തിയേറ്ററിന്റെ സംഘാടനങ്ങളായിരുന്നു. അത് രാജേഷേ ജസ്റ്റ് വന്നിരിക്കും. അപ്പോ അത് പിന്നീട് എവിടേക്കോ കൊഴിഞ്ഞു പോയി. അതിന്റെ എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള അന്തരീക്ഷങ്ങൾ, ഭയങ്കര ഓർണമെന്റൽ സംഗതികൾ കയറും. ഈ ആഗോളതലത്തിൽ തന്നെ ഭയങ്കരമായ ഇമ്പാക്റ്റുകളാണ് വരുന്നത്. കാരണം ഒരു മുട്ടുസൂചി ഇന്നൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ 650 കോടി മനുഷ്യർ എങ്ങനെ അത് വാങ്ങുന്നു എന്നുള്ള രീതിയിലാണ് ചർച്ച പോകുന്നത്. ഇത് ഭയങ്കര മാർക്കറ്റിംഗ് തിയറി വരുന്നത്. അതുകൊണ്ട് ഒരു നാടകം നിങ്ങൾ ചെയ്താൽ എത്ര കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്നു, മിനിമം ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ കയറി വരികയാണ്. അപ്പോ അപ്പുറത്തെ ലക്ഷങ്ങൾ മുടക്കി സ്പോൺസേർഡ് ആയിട്ടുള്ള വലിയ വലിയ നാടക സംഘങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചുരുക്കി പറയാം,
കലാനിലയുള്ള കാലത്ത് നമുക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അവർ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് 3 മാസത്തെ 6 മാസത്തെയും പെർമനന്റ് തിയേറ്റർ ചെയ്തിരുന്നത്. വലിയ സെറ്റപ്പിലാണ്, ഹൈടെക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അന്ന് കലാനില കൃഷ്ണൻ നായരും പിന്നീട് അനന്ത പത്മനാഭനൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ഏറ്റവും നല്ല മെച്ചർ നാടകങ്ങൾ വന്ന അതിന്റെ ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്ന 80കളും 90കളിലാണ്. ജോസ് ചെറുമലാണെങ്കിലും എല്ലാ ഗ്രാമങ്ങളിലുള്ളവർ ഇപ്പൊ ഇന്ന് കളിക്കുന്ന TV ബാലകൃഷ്ണൻ മുതൽ പ്രിയനന്ദനം മുതൽ ശശിധരൻ നടുവിൽ അങ്ങനെ കേരളത്തില് എന്നാ പറയാത്ത ഒരുപാട് സൂര്യൻ, ബാബുവന്നൂര്, അങ്ങനെ പെട്ടെന്ന് കുറെ ആളുകളെ നമ്മൾ പറഞ്ഞ ഒരു 250, 300, 500 പേരെ പേര് പറയാൻ പറ്റും. അവരൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് ചെറുനാടകങ്ങളായിട്ട് മത്സരങ്ങൾ വരുന്നു. ഫസ്റ്റ് സെക്കൻഡ് കിട്ടാത്തവരും തമ്മിലൊക്കെ സാഹോദര്യങ്ങൾ നിലനിർത്തുന്നു. അങ്ങനെയുള്ളൊരു മൂഡുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഈ വിഷമമുണ്ടായിരുന്നില്ല. ഈ ഇന്റർനാഷണൽ ലെവലിൽ പോയാൻ പറ്റുമോ, യൂറോപ്പിൽ പോയോ, അമേരിക്കയിൽ പോയോ, ഡൽഹി പോയോ എന്നുള്ള ടെൻഷനുണ്ട്. കേരളത്തിൽ 10-50 വേദി കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു സൈക്കോളജിക്കലി നമ്മൾ വീക്കായി മാറുകയാണ് ചെയ്യുന്നത്. അതിന് പല ഘടകങ്ങളുണ്ട്. സോവിയറ്റ് യൂണിയൻ കൊഴിഞ്ഞു പോകുന്നു, അപ്പോൾ വിപ്ലവ സ്വപ്നങ്ങൾ പോകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പ്രബന്ധം അവതരിപ്പിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു, ഈ 927 ഗ്രാമങ്ങളുടെ വീട്ടുമുറ്റങ്ങള്, വിശാലമായ വീട്ടുമുറ്റങ്ങളുണ്ട്, വിശാലമായ തട്ടിൻപുറങ്ങളുണ്ട്. ഇപ്പോൾ ഡ്രസ്സൊക്കെ അടിച്ച് 10-100 പേർക്കൊക്കെ ഇരുന്ന് നാടകവും അല്ലെങ്കിൽ അതുപോലെ പാട്ടൊക്കെ ചെയ്യാവുന്ന രീതിയിൽ ഇന്നത്തെ വീടിന്റെ കൺസ്ട്രക്ഷൻ രീതി തന്നെ മാറിപ്പോയി. അപ്പൊ കലാസമിതികൾ പലതും കൊഴിഞ്ഞു പോയെങ്കിലും വീട്ടുമുറ്റ സദസ്സുകൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഇത്തരം ചെറുനാടകങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു വളരെ ക്ലോസപ്പ് ആണ്, ഒരുപാട് ഗിമ്മിക്സ് ജാടകളൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനത്തെ 100 കണക്കിന് 2000 മുതൽ പരിശോധിച്ചാൽ 1000 ആയിരക്കണക്കിന് എന്ന് പറഞ്ഞ സോളോകളും 2 പേരുള്ള നാടകങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടെന്ന്. അതൊക്കെ ഇതിന് അതിജീവനത്തിന്റെ ഭാഗമായിട്ടാണ്. കാരണം വലിയ നാടകത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസയില്ല. 2 നടന്മാരും ഒക്കെ സൂസ്റ്റോറി കളിക്കുന്നു, അല്ലെങ്കിൽ അപ്പുണികളുടെ റെഡി കളിക്കുന്നു, അല്ലെങ്കിൽ സഹയാത്രികൾ കളിക്കുന്നു, അല്ലെങ്കിൽ നായന്മാരനും കളിക്കുന്നു. 2 പേരുള്ളൂ ചേർന്ന് പടയ്ക്കാറുള്ളൂ. അങ്ങനെ ഒരു കൾച്ചർ വന്നു. സോളോകൾ ധാരാളം വന്നു. അക്കാഡമിക്ക് തന്നെ 50 സോളോ 15,000, 10,000, 30,000 കൊടുത്തുകൊണ്ട് ഏറ്റെടുക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ വന്നിട്ട് അതെല്ലാം പലയിടത്തും കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു വേദിയിൽ അത് ഊന്നിക്കൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടി ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രിയനാണ് വരുന്നത്. അപ്പൊ അധ്യക്ഷനായിട്ട് നമ്മുടെ കോമ്രേഡ് ഡ്രൈവിംഗ് സ്കൂളിന്റെ ഓണറും ഇതിന്റെ നമ്മുടെ പർപ്പിൾ തിയേറ്ററും നാടക സാധുക്കായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ഇതിനകത്ത്. ഇന്നിപ്പോ അമേച്ചറായിട്ട് ബന്ധപ്പെട്ട് നാടകം കാണാൻ കുറച്ച് പേര് പോയിട്ടുണ്ട്. ഗോപി ഞെരുവശ്ശേരിയൊക്കെ ഷൈജന്തിക്കാട്ട് നാടക ക്യാമ്പിലാണ്. ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് പലരും എത്തിപ്പെടാതെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ തൃശ്ശൂരത്ത് കുറച്ചുകൂടി നാടകക്കാർ എത്തുമായിരുന്നു. എന്തായാലും അധ്യക്ഷനായിട്ട് ജയൻ ഒന്ന് സംസാരിക്കും. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. 7:40 നാടകം തുടങ്ങുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ ചർച്ച ഫോർവേഡ് ചെയ്യപ്പെടുന്നത്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്ലാറ്റ്ഫോം തിയേറ്റേഴ്സ് ഗ്രൂപ്പിന്റെ ഒരു നാടകം ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഈ നാടകം NN പിള്ളയുടെ നാടകമാണ്. ഈ നാടകം സംവിധാനം ചെയ്തിട്ടുള്ളത് TV ബാലകൃഷ്ണൻ ആണ്. അപ്പൊ ഈ നാടകത്തിൽ അഭിനയിക്കുന്നത് TV ബാലകൃഷ്ണനും സഞ്ജു മാധവ് എന്ന് പറഞ്ഞ 2 നടന്മാരാണ് ഈ നാടകത്തിൽ അഭിനയിക്കുന്നത്. അപ്പൊ ഈ നാടകത്തെ സംബന്ധിച്ചും ഈ നാടകത്തിന് തൊട്ടു മുമ്പ് ഒരു ചെറിയ ചർച്ച ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതിന് ശേഷമായിരിക്കും നമ്മൾ നാടകം ആരംഭിക്കുക. അപ്പോൾ ഈ നാടകം, ഈ ചർച്ച ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയനന്ദനാണ്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മൾ വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ച ഒരു സബ്ജക്റ്റാണ് ഈ പറഞ്ഞ ചർച്ചയ്ക്കുള്ള ഒരു വിഷയം എന്നുള്ള രീതിയിൽ വീട്ടുമുറ്റ ജനകീയ ബദൽ നാടക സദസ്സ് സാധ്യതകളും വെല്ലുവിളികളും. വീട്ടുമുറ്റ ജനകീയ ബദൽ നാടക സദസ്സ് സാധ്യതകളും വെല്ലുവിളികളും. പ്രിയമുള്ളവരെ, ശരിക്കും ഇത് ചർച്ച തുടങ്ങി വെക്കേണ്ടത് ശശിചേട്ടനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടകം ഇപ്പോഴും കൊണ്ടുനടക്കുന്നത് ശശിചേട്ടനാണ്. ഞാനൊക്കെ അതിൽ നിന്നൊക്കെ മാറിപ്പോയിട്ടുള്ള ആളുകളാണ്. വളരെ സജീവമായിട്ട് അതിൽ ഇടപെട്ട് നാടകത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കരിയേട്ടനപ്പുറത്തുണ്ട്. കരിയേട്ടനാണ്, പിന്നെ കരിയേട്ടനാണ്. ബാക്കി ഒക്കെ ഇപ്പോൾ ജയനായാലും ഞാനായാലും ഒക്കെ പതുക്കെ അതിൽ നിന്നൊക്കെ വിട്ടുപോയ ആൾക്കാരാണ്. അതുകൊണ്ട് അത് കൊണ്ടു നടക്കുന്നവർക്കാണ് കൂടുതൽ ആധികാരികതമായിട്ടുള്ള കാര്യങ്ങൾക്ക് പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പഴയ കാലത്ത് നിന്നുണ്ടാക്കുന്ന ഉപാധികളിൽ നിന്ന് നമ്മൾ പുതിയ കാലത്തേക്ക് മാറിപ്പോകുമ്പോൾ അതിന്റെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്.
നമ്മൾക്ക് പണ്ട് ഒരു നാടകം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ അവതരിപ്പിക്കാനുണ്ടായിരുന്നു, ഏറ്റെടുക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് ആ ഒരു ഇടം ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. ഒരു നാടകം കളിക്കുമ്പോൾ 1-2 അവതരണം കൊണ്ട് ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു അമേച്വർ നാടകം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു രീതിയിലായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അതൊരു പാഷനായിട്ട് മാത്രം ആളുകൾക്ക് പറ്റുന്നില്ല. ഒരു ജീവിതത്തിന്റെ ഒരു ഉപാധി അത്രമേൽ കടന്നു കയറിയിട്ടുള്ളത് കൊണ്ട് ജീവിതത്തിന്റെ കുറേം കൂടിയൊക്കെ ഏതെങ്കിലും നിലയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആൾക്കാർക്കാണ് ഇതിൽ നിൽക്കാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ നമ്മളുടെ ഒരു പഴയ രീതി, നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം 6 മണി തൊട്ട് വൈകുന്നേരം 10 മണിക്ക് റിഹേഴ്സൽ ചെയ്ത് പിറ്റേ ദിവസം ജോലിക്ക് പോയി, അല്ലെങ്കിൽ അന്ന് തന്നെ ജോലിക്ക് പോയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പണിയൊക്കെ ചെയ്യുന്ന കാലത്ത് നമ്മൾ അന്ന് തന്നെ ജോലിക്ക് പോയിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇത്തരം വരുന്ന ഒരു അവതരണങ്ങൾ വന്ന സമയത്ത് പോലും ഇപ്പോൾ പലപ്പോഴും പല വിയോജിപ്പുകൾ പല സ്ഥലത്തുണ്ടായ പോലും അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നാടകത്തെ അത്രമേൽ കണ്ടെടുക്കാത്ത അല്ലെങ്കിൽ നാടകം കളിച്ചിട്ടുണ്ട് സംവിധായകൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പൊതുവെ അംഗീകരിക്കാത്ത സൂര്യകൃഷ്ണമൂർത്തിയായിരുന്നു ഇത്തരം ഒരു ബദല് പലപ്പോഴും പല സ്ഥലങ്ങളിലും അവതരിപ്പിക്കാനും അതിനുള്ള രീതിയൊക്കെ നാടകക്കാർക്ക് തന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് പറഞ്ഞു പോകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ പല സത്യങ്ങളും പറയുമ്പോൾ അത് അപ്രിയമാകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് മാറുന്നുള്ളതാണ്. അപ്പൊ ഒരു അക്കാഡമിക്കലായിട്ട് ഇത്തരം വരുന്ന ബദൽ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അത് നാടകത്തെ ഭയങ്കര ഹൃദയപൂർവ്വവും പ്രണയപൂർവ്വവും ഒക്കെ കൊണ്ടിടക്കുന്ന മനുഷ്യരുടെ അവസരങ്ങൾ ആ ഒരു തലത്തിൽ തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്. അതില്ല, അതിനുശേഷം അങ്ങനത്തെ ഒരു പ്രവർത്തനം ഇല്ല എന്നുള്ളത് വലിയ ഒരു രീതിയാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം നമുക്ക് വിശാലമായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ കേരളത്തിന് പുറത്തു പോകുന്ന സ്ഥലങ്ങളിൽ പോകുമ്പോൾ രാത്രി 10 മണി വരെയോ 12 മണി വരെയോ അവിടെയൊക്കെ ലൈവായിട്ട് പല സാംസ്കാരിക സ്ഥാപനങ്ങളിൽ അവിടെയൊക്കെ ഒരു ക്യാൻറ്റീൻ അടക്കം നിന്ന് ആളുകൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പൊതു ഇടങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഒരു അക്കാദമിക്കായിട്ടുള്ള ഒരു മനുഷ്യപ്പറ്റുണ്ടാക്കുന്ന ഒരു ഇടങ്ങളാണ്. ആ ഇടങ്ങൾ പോലും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുരോഗമനപരമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നാടകം കൊണ്ട് ഒരു പക്ഷെ നാടകമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സമരായുധം എന്നുള്ള അർത്ഥത്തിൽ കാണുകയും ഇതൊക്കെ ചെയ്തൊരു ചരിത്രത്തിലെ മാറ്റത്തിന് ഇടം വരുത്തുന്നു എന്ന് പറയുന്ന കല പ്രവർത്തിക്കുന്ന മനുഷ്യരെ പോലും അവിടെ ഇരുത്താതിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അധപതനം എന്ന് പറയുന്നത് ഒരു പൊതുസമൂഹം മാത്രമല്ല, ഒരു സാംസ്കാരികപരമായിട്ടുണ്ടാക്കുന്ന തലങ്ങളിൽ ഉന്നതമായ തലങ്ങളിൽ അവിടെ തന്നെ ഒരു അധപതനങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പുകൾ എന്ന് അർത്ഥത്തിൽ നമുക്കത് കണ്ടെടുക്കേണ്ടി വരുന്നതാണ്. ഇപ്പൊ ഒരു നാടകം പഴയ രീതിയിൽ നമ്മൾ അങ്ങനെ നേരം പോകാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടല്ലാത്ത തലത്തിലേക്ക് അതിനെ കണ്ടെടുക്കാനും വീണ്ടെടുക്കാനും പ്രവർത്തിക്കുവാനും ഒക്കെ ഉള്ളാക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തിയേറ്ററാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സംവാദത്തിനും അതുപോലെ തന്നെ ഏതൊരു കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിപ്പെടുത്തുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് തിയേറ്ററാണ്. അപ്പൊ ആ തിയേറ്ററിനെ എങ്ങനെ ആ സാധ്യതയിലേക്ക് കൊണ്ടുവരികയും ഈ അവതരിപ്പിക്കപ്പെട്ടു പോകുന്ന ആളുകൾ നമ്മൾ വരുന്ന 45 മിനിറ്റ് 1 മണിക്കൂർ എന്നുള്ളതല്ല, അതിനു വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്ന ഒട്ടേറെ മനുഷ്യർ ഇന്നും അതിനോടൊപ്പം തന്നെ വല്ലാത്ത തരത്തിൽ പാഷനായി വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് നമ്മളെ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ബദലിനെ വീണ്ടെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് സംഘാടനം തന്നെയാണ്. ആ സംഘാടനത്തിലേക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നാടകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച നാടകങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ നാടകങ്ങൾക്ക് തുടർ അവതരണങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു പല സ്ഥലങ്ങളിലും കാണുമ്പോൾ തന്നെ നമുക്ക് നോക്കാം. അപ്പൊ ഒരു പ്രൊഫഷണൽ നാടകോത്സവം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു പൈസ കൊടുക്കുക, അവർ വന്ന് കളിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെയാണ് ഭയങ്കരമായിട്ട് പല സ്ഥലത്തുണ്ടാക്കുന്ന ആളുകൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. വളരെ പുരോഗമനപരമെന്ന് തോന്നിപ്പിക്കുന്ന തലത്തിലുണ്ടാക്കുന്ന പ്രവർത്തനം അതായിട്ട് മാറുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവർക്ക് ഒരു 50,000 60,000 കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവില്ല. അപ്പൊ അതൊരു 15,000 രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു 30,000 രൂപയ്ക്കൊക്കെ പോയിട്ട് അവർക്ക് കളിക്കേണ്ടി വരിക. അപ്പോൾ നാടക ആളുകളെ സംബന്ധിച്ചിടത്തോളം നടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ പകുതി പൈസയ്ക്കാണ് അവർ പലപ്പോഴും പോയിട്ട് അഭിനയിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ അത്തരം ഒരു സംഘാടനമാണ് നമ്മൾ കൊട്ടിയാക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രൊഫഷണൽ നാടകോത്സവം ഏറ്റവും എളുപ്പപ്പണിയായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണത്. അപ്പൊ ഏറ്റവും ജനപ്രിയത എന്ന് തോന്നിപ്പിക്കുന്ന തലത്തിലുണ്ടാക്കുന്ന കാര്യങ്ങളിലെ മാത്രമാണ് ആളുകൾ ആകർഷകമായിട്ട് മാറുന്നു എന്ന് പറയുന്നത്. അപ്പൊ അടിസ്ഥാനപരമായി ഇതിനെ മാറ്റിയെടുക്കാൻ
തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളുടെ സംഘാടനങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവുക. അതേപോലെ തന്നെ അത്തരം രീതിയിൽ ഒരുപാട് നാടകങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നാടകങ്ങൾക്ക് ഒരു വേദി കൊടുക്കാൻ എന്തൊരു വഴിയാണ് നമ്മൾക്ക് ആലോചിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രാഥമികമായ കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചർച്ചയിലേക്ക് പിന്നീട് ഇടപെട്ട് സംസാരിക്കുമെന്ന് കരുതുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ജോൺസൺ പക്ഷേ ഞാൻ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവർ, വീട്ടുമുറ്റ സദസ്സിന്റെ വെല്ലുവിളികളെ കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാള നാടകവേദിയുടെ ചരിത്രം പറയുമ്പോൾ തന്നെ വീട്ടുമുറ്റ സദസ്സുകൾ എന്നത് അത്ര പുതുമയുള്ള കാര്യമല്ല. നാടകം ആരംഭിക്കുന്നത് തന്നെ പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ള വീട്ടുമുറ്റ സദസ്സുകളിലായിരുന്നു. പക്ഷെ അതിന്റെ പ്രധാന വ്യത്യാസം എന്തെന്ന് വെച്ചാൽ അതൊരു സവർണർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സവർണേതരമായ ഒരു കലയായിട്ട് അതിനെ കാണാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. വളരെ മേലാളന്മാരായ ആളുകൾക്ക് മാത്രം രസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കല. അങ്ങനെ പുറമെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വളരെ ദൂരെ നിന്ന് മാത്രമാണ് അതിന് കാണാനായിട്ട് അവസരം ഉണ്ടായിരുന്നുള്ളൂ. അത്തരത്തിലായിരുന്നു അന്നത്തെ വീട്ടുമുറ്റ സദസ്സുകൾ. ഇന്നത്തെ വീട്ടുമുറ്റ സദസ്സ് എന്ന് പറയുന്നത് നമ്മുടെ അമേച്ചർ നാടകവേദി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നമ്മൾ കരുതുന്ന അല്ലെങ്കിൽ പലപ്പോഴൊക്കെ ആശങ്ക പ്രകടിപ്പിക്കുന്ന നാടകങ്ങൾ നഷ്ടപ്പെടുന്നിടത്താണ് ഇത്തരത്തിലുള്ള വീട്ടുമുറ്റ സദസ്സുകളുടെ പ്രാധാന്യം, പ്രസക്തി കൈവരുന്നത്. തീർച്ചയായും നാടകം ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോകുന്ന, അന്യം നിന്ന് പോകുന്ന ഒരു കലയല്ല. അതൊരിക്കലും നടക്കില്ല. കാരണം മനുഷ്യരോട്, ജനങ്ങളോട് ഏറ്റവും അടുത്ത് സംവദിക്കുന്ന ഒരു കലാരൂപം ഏതെന്ന് ചോദിച്ചാൽ അത് നാടകം മാത്രമാണ്. ആ നാടകത്തെ ഇല്ലാതാക്കാനായിട്ട് ഒരു ശക്തിക്ക് ഒരു കാലത്തും കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ അതിന്റെ പ്രേക്ഷകരൊക്കെ അല്പം കുറഞ്ഞു പോയിരിക്കാം. ഇവിടെ പ്രിയൻ സൂചിപ്പിച്ചതുപോലെ പ്രൊഫഷണൽ നാടകങ്ങൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള നല്ല അവതരണങ്ങളെ അല്ലെങ്കിൽ അമേച്ചർ നാടകങ്ങളെയൊക്കെ വളരെയധികം ബാധിക്കുന്നുണ്ടായിരിക്കാം. അവരുടെയും ഒരു അവസ്ഥ ഇവിടെ പ്രിയൻ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ ചുരുങ്ങിയ നിലയ്ക്ക് നാടകോത്സവങ്ങളാണ് നടക്കുന്നത് ഇന്ന്. അതായത് ഒരു കൃത്യമായ ഒരു നാടകങ്ങൾ അല്ല ഉണ്ടാവുന്നത്. അതിന്റെ വലിയ സ്പോൺസർമാരെ കണ്ടെത്തി പൈസ സംഘടിപ്പിക്കുന്ന ഒരു തരത്തിലേക്കൊക്കെ ഈ പറഞ്ഞതുപോലെ നാടക സംഘങ്ങൾക്ക് വളരെ കുറവ് പൈസ കൊടുക്കുകയും അതിന്റെ സംഘാടകർക്ക് വലിയ ഒരു ലാഭം കിട്ടാവുന്ന തരത്തിലേക്കൊക്കെ മാറിയിരിക്കുകയാണ്. അതിനേക്കാൾ വലിയൊരു ഭീഷണി ഇപ്പം നിലനിൽക്കുന്നത് വലിയ തോതിലുള്ള നാടകങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളതാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു നാടകം വളരെ യാദൃച്ഛികം എന്ന് പറയാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ചിലർ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഒരു നാടകം കാണുന്നു. എസ്തർ എന്നാണ് പറയുന്നത്. ബൈബിളിലെ ഒരു അധ്യായത്തെ ആസ്പദമാക്കിയെടുത്ത ഒരു നാടകമാണ്. ആ നാടകത്തിന്റെ ചെലവ് 5 ലക്ഷം രൂപയാണ്. അത് അവതരിപ്പിച്ചത് ചെമ്മണ്ട എന്ന് പറയുന്ന ഒരു പള്ളിയിലെ ഇടവകാംഗങ്ങളാണ് അവതരിപ്പിച്ചത്. അതിനു വേണ്ടി ചെലവാക്കിയ പണമാണ് ഞാൻ പറയുന്നത്. 5 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ആ നാടകം അവതരിപ്പിച്ചത്. അതിന് പ്രശ്നം ഉണ്ടായില്ല. കാരണം അതിൽ കൂടുതൽ പൈസ പിരിഞ്ഞു കിട്ടിയെന്നാണ് സ്പോൺസർമാരും ഇടവകാംഗങ്ങളൊക്കെ സംഭാവന ചെയ്ത് അതിൽ കൂടുതൽ പൈസ പിരിഞ്ഞു കിട്ടിയെന്നാണ് പറയുന്നത്. ഇത്തരം നാടകങ്ങളിൽ അതൊരു നാടകം എന്ന് പറയാൻ പറ്റില്ല. അത് റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങളാണ് ആ നാടകം. ആ നാടകങ്ങൾ ഇപ്പോ അത്തരത്തിലുള്ള നാടകങ്ങൾ ഇപ്പൊ പള്ളിമുറ്റങ്ങളിലൊക്കെ, വീട്ടുമുറ്റങ്ങളിലല്ല പള്ളിമുറ്റങ്ങളിലൊക്കെ ഇത്തരം നാടകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ മനോരമയിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ വായിച്ചു കാണും. ശിവജി ഗുരുവായൂർ വരെ ഇതുപോലെയുള്ള ഒരു പള്ളി നാടകത്തിൽ അഭിനയിക്കുന്നതിന്റെ ചിത്രമൊക്കെ ആയിട്ട് നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ടാണ് അതിന്റെ അവതരണം നടക്കുന്നത്. ഇത് ഒരിടത്ത് മാത്രമല്ല, ഇത്തരത്തിൽ ഇടവകാംഗങ്ങളെ മാത്രം പങ്കെടുപ്പിച്ച് അല്ലെങ്കിൽ വളരെ പിന്നെ ശിവജിയെ പോലുള്ള വളരെ നാടക സിനിമാ രംഗത്ത് അറിയപ്പെടുന്ന 1-2 പേരെ ഉൾപ്പെടുത്തി വലിയ
പണച്ചെലവിൽ എന്ന് നാടകം എന്ന് പറയാവുന്ന തരത്തിലല്ലാത്ത ചില കോപ്രായങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് അതിശയോക്തി അല്ലാവുന്ന തരത്തില് അത്തരത്തിലുള്ള നാടകങ്ങൾ പള്ളികളിൽ നിരന്തരമായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിൾ നാടകം അല്ലെങ്കിൽ ഇന്നത്തെ ഇസ്രായേൽ ജനതയുടെ പ്രശ്നമൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് കടന്നു വരുന്നത്. യഹോവ എല്ലാവരെയും രക്ഷിക്കും എന്നുള്ള ഒരു സന്ദേശമൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം കാശ് ചെലവാക്കിയിട്ടുള്ള നാടകങ്ങൾ അരങ്ങേറുന്നത്. അതിലഭിരമിച്ചു പോവുകയാണ് നമ്മുടെ പ്രേക്ഷകർ എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന് കാണികളുണ്ട്. ആ ഇടവക്കാർ മാത്രമല്ല, സമീപവാസികളൊക്കെ വന്നിട്ട് ഈ ദൃശ്യാവിഷ്കാരം കാണുകയാണ്. വർണ്ണാഭമായ വസ്ത്രാലങ്കാരവും കണ്ണം ജപിക്കുന്ന ലൈറ്റ് സൗണ്ടുകളും ഒക്കെ ആയിട്ട് നടനൊന്നും ചെയ്യാൻ ഇല്ല. നടിക്കുക എന്നുള്ളതാണല്ലോ നാടകം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അത് അഭിനയിക്കുക, നടിക്കുക. ഡ്രാമ എന്നുള്ള വാക്ക് തന്നെ വരുന്ന ഡ്രാമോസ് എന്നുള്ളതിൽ നിന്നാണ്. ഒരു പ്രവൃത്തിയുടെ ക്രിയാവാചികമായ ഡു എന്നതിൽ നിന്നാണ് ആ വാചകം തന്നെ കടന്നു വരുന്നത്. പക്ഷെ ഇവിടെ അതൊന്നും ആവശ്യമില്ലാതെ ചില പാവകൾ ചലിക്കില്ലേ, അങ്ങനെ ചലിക്കുന്ന പാവകളെ പോലെ പുറകിൽ നിന്ന് റെക്കോർഡ് ചെയ്ത സംഭാഷണമായിട്ട് ഇത്തരം നാടകങ്ങളാണ് ഏറ്റവും വലിയ ഭീഷണി എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാടകങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ പള്ളികളിലും, ഇനി അത് അപ്പോൾ പള്ളികളിൽ വന്നു കഴിഞ്ഞാൽ അത് ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കും. ഇതിൻ്റെ മറ്റൊരു രൂപമായ ബാല്യമൊക്കെ നമുക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മറ്റെല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഈ യഥാർത്ഥ നാടകത്തെ അല്ലെങ്കിൽ ജനകീയമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാവുന്ന ഒന്നായിട്ട് നാടകത്തെ മാറ്റിയെടുക്കുന്ന വലിയ ശ്രമം നടക്കുന്നുണ്ട്. അത് ഒരു ഭീഷണിയാണ്. ആ ഭീഷണിയെ മറികടക്കാൻ അല്ലെങ്കിൽ നാടകം ഒരു പ്രതിരോധ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്ക് അതിനെ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വീട്ടുമുറ്റ സദസ്സുകൾ വിജയിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഭാഷണം നിർത്തും. നന്ദി, നമസ്കാരം. അടുത്തതായി ശശീന്ദ്രൻ നടുവിൽ ശശിയേട്ടനെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. വീട്ടുമുറ്റ നാടകമാണ് വിഷയം. എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ കുളൂരിൻ്റെ വഴിയിൽ നിന്നാണ് ഇത് ഏകദേശം വർക്ക് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കുളൂരിൻ്റെ നാടകങ്ങളെ കുറിച്ച് ഇപ്പോൾ ജോസഫ് റേഡിയോ അതേപോലെ തന്നെ അത്തരം നാടകങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിക്കുകയും അത് പിന്നീട് അവർ ഭയങ്കര സംഭവമാവുകയും നാടകക്കാരാവുകയും ചെയ്തിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ജോൺസൺ പറഞ്ഞ ഒരു കാര്യം, ഞാൻ പറഞ്ഞ എല്ലായിടത്തും നാടകം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ബൈബിൾ നാടകമാണെങ്കിൽ ഇപ്പോൾ എച്ച് എ ഹോമോ ജോൺസണൊക്കെ പങ്കെടുത്തിട്ടുള്ള ആ നാടകം ഏകദേശം അന്ന് 8 ലക്ഷം രൂപയാണ് ചെലവിട്ടു. ഇപ്പോൾ അടുത്ത് ജിൻഡോ ചെയ്ത ബൈബിൾ നാടകം 3000 കുട്ടികളെ വെച്ച് ചെയ്ത് 10 ലക്ഷം രൂപയാണ് ചെലവ് 5 വർഷം മുന്നേ ചെയ്തത്. ഇതിനെ നാടകം കൂട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അത് എത്ര ആൾ കൂടിയിട്ട് ചെയ്യുന്നതോ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. നാടകത്തെ കുറിച്ച് സംസാരിക്കാനോ നാടകം അങ്ങനെയാണെന്ന് പറയാനോ ആ നാടകം ഇങ്ങനെയാണെന്ന് പറയാനോ വളരെ എളുപ്പമാണ്. നമ്മുടെ വീടുകളിൽ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം കാലത്ത് കളിച്ച നാടകത്തെക്കുറിച്ച് അല്ലെങ്കിൽ കണ്ട നാടകത്തെക്കുറിച്ച് സംസാരിക്കണം. പക്ഷെ നാടകം ചെയ്യുക അല്ലെങ്കിൽ നാടകം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പെയിനുണ്ട്. അത് അവതരിപ്പിക്കാൻ തയ്യാറാവുക അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ കാണാനെങ്കിലും തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് നാടകക്കാർ, കേരളത്തിലെ നാടകക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അത്യാവശ്യ ഘടകം. അത് വീട്ടുമുറ്റ നാടകം ആയിക്കോട്ടെ, ബൈബിൾ നാടകം ആയിക്കോട്ടെ, പ്രൊഫഷണൽ നാടകം ആയിക്കോട്ടെ, മറ്റേത് തരം നാടകങ്ങളായിക്കോട്ടെ. സത്യത്തില് ഇപ്പൊ ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമുള്ള കാരണമാണ് എറണാകുളത്ത് പോയി നാടകം കാണാൻ വരുന്നത്. എന്ന് എറണാകുളത്ത് പോയിട്ട് നാടകം കാണും. ഇത് നാട്ടരങ്ങുള്ള കാലത്ത് തൊട്ട് പയ്യന്നൂർ വരെ പോയിട്ട് ഞങ്ങൾ ഈ മത്സരത്തിന് നാടകം കണ്ടു. ഞാനും ചാക്കോമാഷും പ്രിയനെ കൂടി. അങ്ങനെ ഒരു കാഴ്ച നാടകത്തിന്റെ മാറുന്ന ദിശകളെ കുറിച്ച് മാറില്ല എന്നൊക്കെ എല്ലാവരും പറയല്ലേ, നാടകം അവസാനിച്ചു മരിച്ചു എന്നൊക്കെ പറയും. പക്ഷെ ഇതാരും കാണുന്നില്ല. അവിടെ എത്ര ആൾക്കാർ വരുന്നുണ്ട്, എത്ര ആൾക്കാർ നാടകത്തെ കാണുന്നുണ്ട്, എത്ര ആൾക്കാർ ആസ്വദിക്കുന്നുണ്ട്, എത്ര ആൾക്കാർ അതിനെ ഇത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോകുന്നത്.
ഒരു നാടകം ഉണ്ടാവാൻ എത്ര ലക്ഷം രൂപ ചെലവുണ്ട്, അതെങ്ങനെ സംഭരിക്കുന്നു, എത്ര ആളുകൾ ടിക്കറ്റ് എടുത്ത് നാടകം കാണുന്നുണ്ട്, ഇതൊക്കെ അന്വേഷിക്കേണ്ട ഇതാണ്. ഈ ഒരു അവസരത്തിലാണ് ഈ വീട്ടുമുറ്റ നാടകങ്ങൾക്കും വളരെ ചെലവ് കുറഞ്ഞ നാടകങ്ങൾക്കും പ്രസക്തി ഉണ്ടാവുന്നത്. അത് ഒരു തരത്തിലുള്ള ഒരു രക്ഷപ്പെടലാണെന്നിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വളരെ എളുപ്പം ഒന്നോ രണ്ടോ, ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ കേരളത്തിലെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നാടകങ്ങൾ ചെയ്യാറുള്ള ആളാണ്. അപ്പൊ ഞാനും പ്രിയനൊക്കെ ഉള്ള അവിടേക്ക് ചെല്ലുന്ന സമയത്ത് 50 ആളും 60 ആളും വേണ്ട ഒരു നാടകത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. അവരത് റെഡിയാവും. 2 വർഷം കഴിഞ്ഞ് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ചെല്ലുമ്പോ അവർ ചോദിക്കുന്നത് 2 പേരുള്ള നാടകം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നാടകത്തിന് ഒരു സംഘകല എന്ന ഒരു പ്രവൃത്തി അതിൽ നടക്കുന്നുണ്ട്. അത് നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ഏത് വീട്ടുമുറ്റ നാടകങ്ങൾ വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. അതിനിപ്പോ ആരും അതിന്റെ മെക്കട്ട അതല്ല ഉദ്ദേശിക്കുന്നത്. നാടകത്തിന് ഇന്നത്തെ എല്ലാവരും കൂടി കഴിഞ്ഞാൽ നടക്കാവുന്ന ചില ആ സംവിധാനത്തിനെ പരമാവധി ഉപയോഗിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ഒരു അനുഭവം പറയട്ടെ. കഴിഞ്ഞ വർഷം 21 നാടകങ്ങൾ കളിച്ചു. 11 ദിവസമായിട്ട് വല്ലച്ചിറ നാടകദ്വീപിൽ 11 ദിവസം ഉണ്ടായിരുന്നു. 21 നാടകങ്ങൾ. കേരളത്തിലെ നാടകക്കാർ എത്ര പേര് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഒരു നാടകം കാണാൻ തയ്യാറില്ല. അവർ വീട്ടിലിരുന്ന് സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി TV ഒക്കെ കണ്ട് ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് പിറ്റേ ദിവസം കാലത്ത് കളിച്ച നാടകങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നു, പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതല്ലാതെ ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല. എല്ലാവരും, ഞാനടക്കമുള്ള ആൾക്കാർ, മാഷാണെങ്കിലും ദാസേട്ടനാണെങ്കിലും നാടകം കാണാനുള്ള ഒരു സന്മനസ് കാണിച്ചു കഴിഞ്ഞാൽ വീട്ടുമുറ്റ നാടകം എന്നല്ല, കേരളത്തിലെ എല്ലാ നാടകങ്ങളും രക്ഷപ്പെടുന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇനി അതേപോലെ തന്നെ ഒരു വീട്ടുമുറ്റ നാടകമാണെങ്കിലും 50 പേര് അഭിനയിക്കുന്ന നാടകമാണെങ്കിലും 10 ലക്ഷം രൂപ ചെലവാക്കുന്ന നാടകത്തിനാണെങ്കിലും ഒരു പെയിൻ ഉണ്ട്. ഈ പെയിൻ മനസ്സിലാക്കാത്തടത്ത് ഒരു നാടക ചർച്ചയ്ക്കും യാതൊരുവിധ സാധ്യതയില്ല. അത് മനസ്സിലാക്കാൻ അതിൽ ഇറങ്ങി വരണം. എന്തെങ്കിലും ഒരു കാലത്ത് നാടകം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന നാടക പ്രവർത്തകര് ദയവ് ചെയ്ത് ഈ ഭാഗത്തുനിന്നും മാറിപ്പോകും. ഇത്രയാണ് അതിന്റെ ശരി. അവര് കൃത്യമായും നാടകങ്ങൾ ചെയ്യാനും നാടകങ്ങൾ അഭിനയിക്കാൻ സംവിധാനം ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ്യൂം ഏതെങ്കിലും ഒരു കാര്യമല്ല പറയണത്, അതിന്റെ ഏതെങ്കിലും തരത്തിൽ ഭാഗവാക്കാവുക. ആ ഭാഗവാക്കാവാത്തോടത്തോളം കാലം ഇപ്പൊ വല്ലച്ചിറ ഓണാഘോഷം നടക്കില്ല. വല്ലച്ചിറ ഓണാഘോഷത്തിന് ഒറ്റ നാടകമുള്ളൂ. ഓണാഘോഷത്തിന് മാത്രമേ നാടകമുള്ളൂ. അത് കഴിഞ്ഞൊരു നാടകം പോയി കാണുക പോലും ഇല്ല അവിടെയുള്ള ആൾക്കാർ. അപ്പൊ എന്തായി? അവിടെ ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ കൂടിയിട്ടൊന്ന് നാടകം ചെയ്യാൻ തീരുമാനിച്ചാൽ 2-3 നാടകം ഉണ്ടാവുന്നു. നാടകത്തിന്റെ ഈറ്റില്ല എന്നാണ് കേൾവി. പക്ഷെ അവിടെ ഇല്ല. 1.5 നാടകം കളിച്ചുള്ള കൊല്ലം അവിടെ. അപ്പൊ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ മാറ്റാൻ പറ്റാന്ന് പറയുന്നത്. അവിടെയുള്ള ആളുകൾ, അവിടെ നാടകക്കാരുണ്ട്. അവിടെ നാടകക്കാർക്ക് ആർക്കും ബുദ്ധിമുട്ടാൻ തയ്യാറില്ല. റിഹേഴ്സൽ നടത്താൻ തയ്യാറില്ല. റിഹേഴ്സൽ നടത്തുന്ന 7 ദിവസം റിഹേഴ്സൽ വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 ദിവസം പോലും വരാത്ത നാടക നടന്മാരും പണ്ഡിതന്മാരാണ് വല്ലച്ചിറുള്ളത്. അവിടെ എവിടെയാ നാടകം ഉണ്ടാവുക? റിഹേഴ്സൽ ഇല്ലാതെ നാടകം ഉണ്ടാവില്ല. എത്രയോ വലിയ ആളുകൾ ചേർപ്പ് നാട്ടകങ്ങളൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ റിഹേഴ്സലിന് വന്നിരിക്കുന്ന സമയത്ത് ഇവരില്ലാതെ കണ്ട് ബ്ലോക്കായിട്ടുള്ള എത്രയോ കാലങ്ങളുണ്ടെന്ന് പറയും. അനുഭവത്തിലുള്ള കാര്യം പറയുന്നത്. അതേപോലെ തന്നെ അത് അങ്ങനെ അവരതിന് ഗൗരവമൊന്നും കൊടുക്കണമെന്നില്ല. അവര് വർത്തമാനം പറയുമ്പോൾ മാത്രമേ ഗൗരവം കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു നാടകം നടക്കുന്ന സമയത്ത് പുറത്തുനിന്നും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് അവൻ അതിന് വരും. നാടക സ്നേഹിയാണെങ്കിൽ ഇത് വായിലും നാവിലും മാത്രം നാടക സ്നേഹം ഉണ്ടാക്കുക എന്നുള്ളത് നാടകക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. ഒരു കിറങ്ങി നാടകങ്ങൾ ചെയ്യട്ടെ. 2-3 നാടകങ്ങൾ അഭിനയിക്കുകയോ 5-6 നാടകങ്ങൾ സംവിധാനം ചെയ്യുകയോ ഇതൊന്നും വേണ്ട. 6 നാടകത്തിന് കഷ്ടപരിചയം ചെയ്യട്ടെ കൃത്യമായിട്ട്. അതാണ് നാടകക്കാർ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ ശരിക്കും നാടകത്തിന്റെ കള്ളനാണയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ആരും വ്യക്തിപരമായിട്ട് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ഒന്നും ചെയ്യാതെ ഏതോ ഒരു കാലത്ത് ഞാൻ തെങ്ങുമ്പോ കയറിയില്ലായിരുന്നു എന്ന് പറയുന്നത് അതല്ല. ഇന്ന് വർക്ക് ചെയ്യുന്ന സാധനം, ഇന്നത്തെ ബുദ്ധിമുട്ട് ഇന്ന് വേറെയാ. ഇന്നലെ ചെയ്തതല്ല ഇന്ന് ചെയ്യുന്നത്. അത് ഓരോ അനുദിനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു നാടകക്കാരന് അതിന്റെ പെയിൻ മനസ്സിലാവും. അവൻ വീട്ടുമുറ്റ നാടകങ്ങളും ബൈബിൾ നാടകങ്ങളും പ്രൊഫഷണൽ നാടകങ്ങളും അമേച്ചർ നാടകങ്ങളും എങ്ങനെ വളരുന്നു എന്നുള്ളതും എങ്ങനെയാണ് അതിനെ നോക്കി കാണേണ്ടതെന്നുള്ളതും അവന് മനസ്സിലാവും. അതവന്റെ ജീവിതത്തിന്റെ ഒരു പ്രക്രിയ പോലെ കടന്നു പോകുന്ന സാധനമാണ്. അപ്പൊ നിലവില് ഒരുപാട് നടന്മാരും ഒരുപാട് സംവിധായകന്മാരും അത്യാവശ്യം വായനയുള്ളവരും ഒക്കെ ഇവിടെ ഉണ്ട്. അവരുടെ ജീവിതത്തില് ഏകദേശം ഒരു
എന്താ പറയാ സന്തോഷമൊക്കെ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ആയി കഴിഞ്ഞാൽ ഇനിയെങ്കിലും നാടകത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരിക. അല്ലാതെ ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ നാടകം ചെയ്തിരുന്നു, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു നാടകം ചെയ്തു, അതൊന്നല്ല വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നാടകമാണെങ്കിൽ നിങ്ങൾ അതാണ് ഞങ്ങളെ നാടകത്തിലാണ് നിലകൊള്ളുന്നതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് ലവ്, ജോസേട്ടനൊക്കെ പറയുന്ന ഒരു സാധനമാണ് സെക്കൻഡ് ലവ് എന്ന് പറയുന്നത്. നാടകത്തിന് എത്ര പേര് കൊടുക്കുന്നു കേരളത്തിൽ? പല്ലച്ചിനും ചേർപ്പൊക്കെ കിട്ടും. എത്ര പേര് ഒരു സെക്കൻഡ്? ജോസേട്ടനെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഗുരുതുല്യനായിട്ടുള്ള ആളാണ്. ജോസേട്ടനാണ് പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് ലവ് ആയിട്ട് നിങ്ങൾ നാടകത്തെ സ്വീകരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സെക്കൻഡ് ലവ് എങ്കിലും കാണിക്കാതെ, അതിനോട് ഉത്തരവാദിത്തമില്ലാതെ, അതിനോട് ആത്മാർത്ഥത കാണിക്കാതെ വീട്ടുമുറ്റ നാടകത്തിന് പ്രോത്സാഹിപ്പിച്ചിട്ടും അല്ലെങ്കിൽ പ്രൊഫഷണൽ നാടകത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടും ഒരു കാര്യം മലയാള നാടകത്തിലേക്ക് ഉണ്ടാവും പോണില്ല. എല്ലാവരും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഇത്തിരി ഉറക്കൊഴിക്കണം, തലവേദന ഉണ്ടാവും, നാളെ പിറ്റേ ദിവസം പണിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട്. ഞാനൊക്കെ കൃത്യമായിട്ട് പണിക്ക് പോയിരുന്ന ഒരാളാണ്. നാടകം കളിച്ചും കാലത്തേറ്റ് 3 മണി വരെ 4 മണി വരെ റിഹേഴ്സൽ ഉണ്ടെങ്കിലും 8 മണിക്ക് ഏറ്റ് കുളിച്ച് പണിക്ക് പോയിരുന്ന ഒരാളാണ്. 7 മണിക്ക് വരും, വീണ്ടും നാളെ റിഹേഴ്സലിന് പോകും. അങ്ങനെയാണ് നാടകക്കാരനായിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, 25 കൊല്ലെങ്കിലും തുടർച്ചയായിട്ട് നാടകം കളിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ നാടകക്കാരൻ എന്ന് പറയാവൂ. അല്ലാതെ ഇന്ന് വന്ന് ഒരു നാടകം കളിച്ചു, നാളെ വന്ന് നാടകം കളിച്ചു, കഴിഞ്ഞ കൊല്ലത്തിൽ ഒരു നാടകം കളിച്ചു, 6 മാസം മുന്നേ, ഒരു 15 കൊല്ലം മുന്നേ ഒരു നാടകം കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നാടകത്തിന് വിശകലനം ചെയ്യാൻ വരല്ല. നിങ്ങൾ കളിക്കുന്ന അതൊന്നും വിഷയമല്ല. അത് നാടകത്തിൽ ഇന്ന് ഓരോ ദിവസങ്ങളിലും ഓരോ അനുഭവങ്ങളാണ്. അത് നിസ്സാരമല്ല. ഇപ്പൊ ഒരു നാടകം ഉണ്ടായി, ഒരു 1.5 മണിക്കൂർ നാടകം ഉണ്ടാക്കാൻ വരുന്ന സംഖ്യയും അതിന്റെ പെയിനും അതിനനുഭവിക്കുന്ന ബാക്കി പ്രശ്നങ്ങളും നിസ്സാരമല്ല. പുറത്തിരുന്ന് പറയുന്നവർക്ക് വളരെ എളുപ്പമാണ്. ഇപ്പൊ ഹരിയൊക്കെ നാടകത്തിന് പിന്നാലെ നടക്കുന്നതിന്റെ പേരിൽ ഹരിക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ പിന്നിൽ, പ്രിയന് മനസ്സിലാവും. അപ്പൊ അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് നടക്കുമ്പോ ഇപ്പൊ സഞ്ജീവ് ബാലകൃഷ്ണനൊക്കെ മനസ്സിലാവും. അവരതുകൊണ്ടാണ് ചെറിയ നാടകമാണെങ്കിലും ഇപ്പൊ നാളെ ഗോവയിൽ പോയി കളിക്കുന്നു, അത് ഇന്നിവിടെ കളിക്കാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനിക്കുന്നത് മാഷ് പറഞ്ഞിട്ട് എല്ലാവരും കളിക്കുന്നത്. മാഷോട് അവർ ഇങ്ങോട്ട് പറയാണ്, ഞങ്ങൾ നാളെ ഗോവയിൽ പോവാണ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു വേദി കളിക്കണം. ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ നാടകത്തിന് ആവശ്യം വരുന്ന ഊർജം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കാതെ, നമ്മൾ ഏത് നാടകങ്ങൾ നല്ലതാന്ന് പറഞ്ഞാലും ഏത് നാടകങ്ങൾ പൊട്ടാന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. എല്ലാവരും നാടകത്തിൽ ഇറങ്ങണം. അപ്പൊ വീട്ടുമുറ്റ നാടകങ്ങൾ ഉണ്ടാവും, പ്രൊഫഷണൽ നാടകം ഉണ്ടാവും, ബൈബിൾ നാടകം ഉണ്ടാവും, ഇന്ന് കാണുന്ന അന്വേഷണ നാടകങ്ങൾ ഉണ്ടാവും, എല്ലാ നാടകങ്ങളും ഉണ്ടാവും. എല്ലാ നാടകങ്ങളും ഉണ്ടാവാൻ ഈ ചർച്ച അല്ലെങ്കിൽ എല്ലാവർക്കും കഴിയട്ടെ. ഇവിടെയുള്ളവരെങ്കിലും നാടകത്തിൽ അഭിനയിക്കാൻ നാളെ മുതൽ തയ്യാറാവട്ടെ, അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ തയ്യാറാവട്ടെ എന്ന് വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഈ ഹരി സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കാം. നാടകത്തിനും ഒരുപാട് സംസാരിക്കുന്നത് നല്ലതല്ല. എന്നാലും ഈ സന്ദർഭത്തിൽ എനിക്ക് 2 കാര്യങ്ങൾ മാത്രം പറയാം. നാടകം എവിടെ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയൊക്കെ ഉണ്ടാവട്ടെ, നാടകം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് ആ ഒരു കാര്യത്തിൽ അഭിപ്രായമുള്ളൂ. അതിനെക്കുറിച്ച് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വേദനിപ്പെടേണ്ട കാര്യമില്ല. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് ഇപ്പം ലാക്ക് ചെയ്യുന്ന അകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രാദേശികമായ സംഘാടകരുടെ അഭാവമാണ്. അത് പണ്ടും ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ ഇല്ലാതെ പ്രാദേശികമായ ക്ലബ്ബുകളിൽ അന്യം നിന്ന് പോകുന്നു, ഗ്രന്ഥശാലകൾ അന്യം നിന്ന് പോകുന്നു. അങ്ങനെ ആ പഴയകാല സാഹചര്യങ്ങളെല്ലാം ഇല്ലാതെ ആവുമ്പോൾ ഈ കാലത്തിന് അനുസൃതമായിട്ടുള്ള ഒരു സംഘാടക സമൂഹങ്ങൾ പ്രാദേശികമായി രൂപപ്പെടുന്നിടത്താണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീട്ടുമുറ്റത്ത് കളിക്കാം, അതിൻ്റെ ഭാഗത്തുള്ള നാടകങ്ങളുണ്ടാവും, അല്ലാത്ത സ്ഥലത്ത് കളിക്കാം. നാടകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നാടകമായിട്ട് ബന്ധപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാർ എങ്ങനെ ഇടപെട്ട് എവിടെ പലപ്പോഴും നാടകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇടനിലയിൽ വർത്തിക്കേണ്ട സംഘാടക സമൂഹങ്ങൾ, അതിനകത്ത് ഈ നാടകക്കാരും അത് വീഴ്ത്തുന്നിട്ടല്ല പറയണേ, നാടകക്കാരും മറ്റെല്ലാ സഹോദരരും അടങ്ങുന്ന ഒരു ഉൽപ്പത്തിഷ്ണുക്കളായിട്ടുള്ള നാട്ടിൽ നല്ല നാടകങ്ങൾ നല്ല സമൂഹങ്ങൾ രൂപപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു ഇനിഷ്യേറ്റീവ് അവര് ഒന്നുണ്ടെന്ന് പ്രവർത്തിക്കേണ്ട കാര്യമുണ്ട്. അതില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇവിടെ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല. രാജേഷ് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും. സുഹൃത്തുക്കളെ,
ഈ അടുത്ത് വീട്ടുമുറ്റ നാടകത്തിന്റെ ഒരു അനുഭവം ഉണ്ടായത് മോഹൻ അങ്കമാലിയും എൻ്റെ വൈഫൊക്കെ കൂടിയിട്ട് രാജു നരിപ്പറ്റ സംവിധാനം ചെയ്ത ഒരു നാടകം കളിക്കുകയുണ്ടായി. ഞങ്ങൾ ഇവിടുന്ന് പോയി കാണുകയൊക്കെ ഉണ്ടായിരുന്നു. വളരെ സമ്പൂർണമായിട്ടും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭയങ്കര വിജയം ഉണ്ടായിരുന്നു. ഓഡിയൻസിന്റെ ഭാഗത്തും നല്ല ഇടപെടലുണ്ടായൊരു പ്ലേ ആയിട്ട് തോന്നിയത് അതാണ്. പിന്നെ ആഗ്രഹങ്ങളാണ്. നാടകക്കാരായി നിലനിൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴും ഒരുപക്ഷെ നമ്മുടെ ജീവിത സാഹചര്യം അതിനൊന്നും ചിലപ്പോൾ ഫോം ചെയ്തൊന്നും വരില്ല. അതൊക്കെ ഓരോ സംഭവങ്ങളാണ്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, തിയേറ്റർ പെർഫോമൻസ് മാത്രമല്ല തിയേറ്റർ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു കാണി തിയേറ്ററിന്റെ ഭാഗമാണ്. മനസ്സിലായോ? അത് എല്ലാ നാടകങ്ങളും തെരഞ്ഞു പിടിച്ച് കാണണം എന്നുള്ള വാശിയുമില്ല. എല്ലാ പുസ്തകവും വായിച്ചിട്ട് ഒരാൾക്ക് ജീവിക്കാനും പറ്റില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ തിയേറ്ററിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടൊക്കെ പ്ലേകൾ കാണും. ഞാൻ സെലക്ട് ചെയ്തിട്ട് നാടകം കാണുന്ന ഒരാളാണ്, സെലക്ട് ചെയ്തിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ. കാരണം എല്ലാ ചവറും കയറി കാണാനൊന്നും നമുക്ക് പറ്റില്ല. മനസ്സിലായോ? അത് ഈ നാടകത്തിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കാം. ഇപ്പൊ ഈ വീട്ടുമുറ്റ നാടകമാണെങ്കിലും അത് ഇടപെടാവുന്ന ഒരു സ്പേസ് ആണ്. അത് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം തന്നെ അതിൽ ഇടപെടുള്ളൂ. അത് ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള തീരുമാനം. മനസ്സിലായോ? പട്ടി കുറെ പേരും അതൊക്കെ നമ്മൾ പോയി ചുമക്കണമെന്ന് വാശി പിടിക്കരുത്. അതുകൊണ്ടൊരു കാര്യമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് തിയേറ്റർ സംഭവിക്കുകയാണ് പല കാര്യങ്ങളും. പലയിടത്തും പല ഡിസ്കഷനും പല പ്ലേ റിഹേഴ്സലുകളും പലതരത്തിലുള്ള ചർച്ചകളും ഒക്കെ ഫോം ചെയ്യും. ചിലപ്പോൾ അതൊരു അവതരണത്തിലേക്കൊന്നും ചിലപ്പോൾ കൺവേർട്ട് ചെയ്തൊന്നും വരില്ല. മനസ്സിലായോ? അത് ആഗ്രഹമില്ലാണ്ടല്ല, അതൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ ഇത് ലളിതമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള ശ്രമം നടക്കുമ്പോഴും നമ്മൾ അതിൽ കുറച്ച് പർട്ടിക്കുലറായ കുറച്ച് ആൾക്കാരുടെ ഇടയിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ ഇറങ്ങി ചെല്ലുന്നത്. മനസ്സിലായോ? നിരന്തരമായ പ്രക്രിയയിലൂടെ സംഭവിക്കുമ്പോഴേ അതിനൊരു ജനകീയ സ്വഭാവം ഉണ്ടാവുള്ളൂ. അതൊരു ഭയങ്കര പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടാണ് തിയേറ്റർ. അത് ഭയങ്കര സത്യസന്ധമായിട്ട് തന്നെ നിലനിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. മനസ്സിലായത്? വീട്ടുമുറ്റ തിയേറ്റർ ആണെങ്കിലും പരീക്ഷണ നാടകമാണെങ്കിലും ഏത് തരത്തിലുള്ള നാടകമാണെങ്കിലും. മനസ്സിലായോ? അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കൺസീവ് ചെയ്യാണ്ട് പറ്റില്ല. ഇപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കൂടിച്ചേരാൻ തീരുമാനിച്ചത്. ആ അർത്ഥത്തില് ഇനിയും തുടർന്നും ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ, അങ്ങനെ പുതിയ പ്ലേകൾ ഉണ്ടാവട്ടെ എന്നൊക്കെയാണ് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുക. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ടീസോടൊക്കെ മുടങ്ങാണ്ട് പോയി കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ചില നാടകങ്ങളൊക്കെ നിലവാരമില്ലാതായിട്ടൊക്കെ പോയിട്ടുണ്ട്. മനസ്സിലായോ? നാടകത്തിൽ പുതിയ എക്സ്പെരിമെന്റ് നടക്കുന്നുണ്ട്. അത്തരം പരീക്ഷണങ്ങൾ നമ്മൾ വളരെ സത്യസന്ധമായിട്ടാണ് ശ്രമിക്കുന്നത്. അതൊക്കെ സത്യസന്ധമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ മാനസികമായിട്ട് നമ്മളും പരിവർത്തനപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വീട്ടുമുറ്റ തിയേറ്റർ നമ്മൾ കൺസീവ് ചെയ്യേണ്ട കാര്യമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അതിന് ഇത്തരം കൂട്ടായ്മകൾ എങ്ങനെ വിജയകരമാക്കാം എന്ന് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എന്റെ വിശ്വാസം. അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയ്ക്ക് കൂടെ നിൽക്കാം. അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ബിജു. വീട്ടുമുറ്റ നാടകങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സംഗതി ഒരുപാട് വേദികളിൽ ചെയ്ത് വിജയിപ്പിച്ച ഒരു ആളെന്ന നിലയ്ക്കാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പങ്കുവയ്ക്കാതെ നിൽക്കുന്നത്. ഞങ്ങളതിനിട്ട് പേര് ഉമ്മറപ്പടി നാടകങ്ങൾ എന്ന് വെച്ചാൽ ഉമ്മറപ്പടി. അപ്പോ ടീം തിയേറ്റേഴ്സിന്റെ അതായത് ഉമ്മറപ്പടിക്ക് ചെന്ന് നാടകം കളിക്കുക. കോവിഡ് കാലത്ത് കോവിഡിന്റെ ഒരു പീക്ക് ലെവല് അതിന്റെ പ്രശ്നത്തിന്റെ തീവ്രത ഒന്ന് അയഞ്ഞ സമയത്താണ് ഞങ്ങള് വീട്ടുമുറ്റത്തേക്ക് ചെന്ന്, കാരണം നമ്മുടെ പ്രകടനാത്മകതകളുണ്ടല്ലോ അത് നിലച്ചു പോകുന്ന ഘട്ടത്തിൽ അതിങ്ങനെ അതിജീവിക്കാനുള്ള മനസ്സിന്റെ ഒരു ആഗ്രഹം ആ വീട്ടുമുറ്റത്തേക്ക് എത്തിക്കുകയാണ് നമ്മള്. അല്ലാതെ അപ്പൊ നമ്മൾ ഓരോ വീട്ടുമുറ്റത്ത് ചെന്ന് ആളുകളോട് ആ വീട്ടിലത്തെ ആളുകളോട് പറഞ്ഞ 25 വീട്ടുകാരെ വിളിക്കി, ഞങ്ങളും വിളിക്കാം. അങ്ങനെ ഒരു 10, 15, 20 വീട്ടുകാരെ വിളിച്ച് ആ വീട്ടുമുറ്റത്തെ നാടകം സംഘടിപ്പിക്കും. ഇതിന്റെ സംഗതി എന്ന് പറഞ്ഞാൽ അതിന് പ്രായോഗിക വശം പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഇതുപോലെ മൈക്കും സംഗതികളൊക്കെ റെഡിയാണ്. അന്ന് അതുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് മൈക്ക് സെറ്റ് ഒരാൾ സ്പോൺസർ ചെയ്തു, ലൈറ്റ് ഒരാൾ സ്പോൺസർ ചെയ്തു, ഒരു കർട്ടൻ സ്പോൺസർ ചെയ്തു. പിന്നെ ഞങ്ങള് 3-4 പേര് രംഗത്ത് വന്നു. അതങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. നമുക്ക് നാടക പ്രഭുക്കളുടെ മുന്നിൽ കളിക്കാൻ പറ്റിയില്ലാത്ത എല്ലാ ജനങ്ങളുടെ മുന്നിലൊന്നും കളിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഞങ്ങൾക്ക് അതൊരു ചെറിയ ഓളം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്രല്ല പഞ്ചായത്ത് മൊത്തം ഞങ്ങളിപ്പോ 50 വേദികൾക്ക് അപ്പുറം കഴിഞ്ഞതിന് ശേഷം, അപ്പൊ അതുവരെ ഞങ്ങൾ ഫേസ്ബുക്കിൽ പോയിരുന്നു.
പിന്നെ ഇപ്പൊ ഫേസ്ബുക്കിലൊന്നും പോകില്ല, പക്ഷെ വീട്ടുമുറ്റത്ത് പോലെ തന്നെയാണ് ഇപ്പോഴും നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങളോട് പല പല ചെറിയ വേദികൾ ഇപ്പോഴും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളവിടെ പാലിയേറ്റീവ് സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ ചില മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെല്ലും. അവർ പറയും കളിക്കാം. ആ ഒരു ഓർമ്മയാണ് അവർക്ക്. നിങ്ങൾക്ക് നാടകം കളിക്കാൻ പറ്റുമോ ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് നാടകം കളിക്കും. പഴയ നാടകങ്ങളായാലും ശരി, പുതിയ അപ്പാട്ടുണ്ടാക്കുന്ന ചെറിയ നാടകങ്ങളായാലും ശരി. ഇതിന്റെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടേക്ക് എത്തിച്ചേർന്ന് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വലിയ നാടകങ്ങൾ കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭൗതിക സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. ആ സംഘടിപ്പിക്കുന്നതിന്റെ ഭൗതിക സാഹചര്യം എന്ന് പറയുന്നത് നമ്മളെ പണിയും കാര്യങ്ങളും കഴിഞ്ഞ് ഉള്ള സമയം നമുക്ക് സംഘാടകനാവാൻ കഴിയില്ല എന്ന വിശ്വാസം ഇല്ലാത്ത ആളല്ല, സംഘാടകരാവാൻ കഴിയും. പക്ഷെ നമ്മളുടെ ഒരുപാട് വ്യക്തിപരമായ പ്രശ്നങ്ങൾ അവിടെ തടസ്സം നിൽക്കുന്നത് കൊണ്ട് ചെറിയ രീതിയിൽ അങ്ങനെ ഒരു 4-5 പേരെ സംഘടിപ്പിച്ച് നാടകത്തിന്റെ രൂപമുണ്ടാക്കി കളിക്കുക എന്നുള്ള ആലോചന മാത്രമേ ചെയ്തുള്ളൂ. രാജേഷ് പറഞ്ഞ മാതിരി വലിയ സംഘാടനത്തിന്റെ സാധ്യതകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അത് സംഭവിക്കാതെ പോയത്. നമുക്ക് ആഗ്രഹമുണ്ട്. ഇതിന്റെ ഒരു ദോഷം ഇപ്പൊ ഉണ്ടായിട്ടുള്ള എന്താണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കുറച്ച് കുറഞ്ഞു വരികയാണ്. നാടകങ്ങളിൽ ഈ സംഘാടനം കുറഞ്ഞു വരുന്നു. വീട്ടുമുറ്റ് നാടകങ്ങൾ നിരന്തരം ചെയ്യുന്ന ഒരു ആലോചന ഇല്ലാണ്ടായി വരുന്നു. അപ്പോ ഇതിന്റെ ആളുകളൊക്കെ വളരെ ചെറിയ റീലുകളും നിലവാരമില്ലായ്മ എന്ന് ഞാൻ പറയുന്നില്ല, നിലവാരത്തിന്റെ അവർ പരിശോധിക്കേണ്ടതാണ്, അത് പരിശോധിക്കേണ്ടത് കാണികളാണ്. എന്നിരുന്നാലും എനിക്ക് അത്ര വലിയ നിലവാരം ഇല്ലാത്ത തോന്നുന്ന കാര്യങ്ങളിലേക്ക് അവരൊക്കെ ഇറങ്ങി തിരിച്ച് എന്താ പറയാ തൊള്ള തോന്നിയ രീതിയിലുള്ള കാര്യം അതങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഒരു നിവൃത്തിയില്ലാണ്ട് നോക്കിക്കാനാണ് സംഘാടന മികവ് പ്രകടിപ്പിക്കാൻ കഴിയാത്തതിന്റെ ഒരു പരിണിത ഫലമാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് സമ്പത്തൊക്കെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ് ഇവരൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിന് വേറെ തരത്തിലേക്ക് അവരെ ഈ തെറ്റെന്ന് പറയാൻ പറ്റില്ല, അവർ ചെയ്യുന്ന ഈ പേക്കൂത്തുകളുടെ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നല്ല പ്ലാറ്റ്ഫോം കൊണ്ടുവരാൻ കഴിയുന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അവിടേക്ക് നമ്മൾ നടക്കുന്നുണ്ട്. നടന്ന് അവിടേക്ക് എത്തിയാൽ നല്ലത്. അപ്പൊ പിന്നെ ഞങ്ങൾ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ വേദികളാണ് പിന്നെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും ഞങ്ങളിപ്പോഴും ഞാൻ കാസർഗോഡ് ചേട്ടൻ സുഖദേവ് ജോജി തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇപ്പോഴും ലൈവാണ്. ഞങ്ങളിപ്പോഴും വീട്ടുമുറ്റത്ത് നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് കൂടെ അഭിമാനപൂർവ്വം പറയുകയാണ്. എന്തായാലും എല്ലാ സ്ഥലങ്ങളിലും പലരും പല രീതിയിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ സംസാരിക്കുന്ന വിഷയം തന്നെയാണ്. ഈ നേരത്തെ എല്ലാവരും ഇപ്പൊ സൂചിപ്പിക്കുന്ന പോലെ നാടകം ഉണ്ടാകുക എന്നുള്ളതാണ്. നാടകം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ കുറെ കൂടി സമകാലികമായ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് വിമർശനാത്മകമായ വിഷയങ്ങളും കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടും കൂടി ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ചരിത്രത്തിലെ ഈ പറഞ്ഞ പോലെ ഗലീലിയോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഏറ്റെടുത്ത് 500 കളി കേരളത്തില് ഗംഗാരം മാഷ് ഡയറക്ട് ചെയ്ത് കൊണ്ടുപോയതിന്റെ തൊട്ടടുത്താണ് CK തോമസ് ആ മനുഷ്യൻ നീ തന്നെയെന്നോ അവൻ വേണ്ടുമരുന്നോ എന്ന് പറഞ്ഞ സംഗതി. അത് വലിയ നെറ്റ്വർക്കാണ് അതിന്റെ. എല്ലാ ഇടവകളിൽ നിന്നും 5000 പേര് ഡെയിലി AC സെറ്റപ്പിൽ ശക്തനിൽ സെറ്റ് ഇട്ടിട്ട് ഫുൾ ഓഡിറ്റോറിയം AC ആക്കിയിട്ടുണ്ട്. എല്ലാ ഇടവകളിൽ നിന്ന് 5000 പേര് കാണുക എന്നുള്ള രീതി തന്നെയാണ് ആ നാടകമുണ്ട്, CJ തോമസിന്റെ നാടകം വന്നത്. അപ്പോൾ എപ്പോഴും ഒരു ബദൽ എന്നുള്ളത് അവര് മറ്റ് യുക്തിവാദപരമായിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രബോധം പറയുന്ന നാടകങ്ങളെ എതിർക്കുന്ന ഒരു 6ാം തിരുമുറിവിനെ എതിർക്കുന്ന രീതിയല്ല, അതിന്റെ സ്ട്രാറ്റജി മാറുകയാണ്. ബദൽ അവര് അവരുടേതായിട്ടുള്ള 5000ന്റെ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് മെഗാ ഇവന്റ് ഗിന്നസിലേക്ക് പോകാൻ പറ്റുമോ അതിലേക്ക് കുട്ടികൾ വരുന്നത് എളുപ്പമാണ്. ഒരു ഡാൻസ് കോറിയോഗ്രാഫി ഒക്കെ ചെയ്തുകൊണ്ടാണ്. ഇതിപ്പോ എല്ലാ മതസംഘടനകൾക്കും വളരെ ഈസി ആയിട്ട് നടക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് സെക്യുലർ ഇടങ്ങളിലേക്ക് നാടകത്തിന്റെ സാധ്യതയുണ്ടോ, സെക്യുലർ ഡെമോക്രാറ്റിക് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ അത് നേരിടുന്ന വെല്ലുവിളികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാധ്യമായിട്ടുള്ള ചെറുതും വലുതുമായിട്ട്. ചെറുതെന്ന് പറഞ്ഞാൽ അത്ര മോശമൊന്നുമല്ല, ഗറില്ല അറ്റാക്കാണ്. 4 പേരും 3 പേരുള്ള നാടകങ്ങളാണ് ഹറോൾഡ് പിൻഡർ എന്ന് പറയുന്ന മഹാനായ പ്രതിഭ ചെയ്തത്. 5000 പേരെയും നടന്മാരെ വെച്ചിട്ടല്ല പുള്ളി ചെയ്തത്. പക്ഷെ ഭയങ്കര ശക്തമായിട്ട് ഫാസിസത്തിന് നേരിടുന്ന നാടകങ്ങളായിരുന്നു. അത് മനുഷ്യന്റെ ഏകാന്തത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അപ്പോൾ ഒരുപാട് സാധ്യതകളാണ്. നമ്മൾ ഈ അരങ്ങിൽ നിന്ന് അടുക്കളയിലേക്ക് എന്ന് പറയുന്നത് PM ആന്റണി പോലെയുള്ള നമ്മൾ ആലപ്പുഴയിൽ നിന്ന് യാത്ര ചെയ്ത് കോഴിക്കോട് വരെ സഞ്ചരിച്ച 2005 സംഭവിച്ചതെല്ലാം ഈ പറഞ്ഞ് കാത്തിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ പിന്നെ അടുക്കളയിലേക്ക് എത്തുക, ആ ഭാഗത്ത് സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുക,
അത് വലിയ സെറ്റപ്പുള്ള നാടകങ്ങളായിരുന്നില്ല PM മാന്യ ചെയ്തിരുന്നത്. അരങ്ങിൽ നിന്ന് അടുക്കളയിലേക്ക്, അടുക്കളയിൽ നിന്ന് അരക്കം നയിക്കുന്ന പറഞ്ഞ ചരിത്രം അവിടെ ഉള്ളപ്പോൾ തന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കല്ല, അരങ്ങിൽ നിന്ന് അടുക്കളയിലേക്ക് നമ്മളൊക്കെ പോയി കളിച്ചിരുന്നു. പ്രിയനും ഞങ്ങളൊക്കെ അവിടെ മാളയിലൊക്കെ പോയി കളിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇന്റിമേറ്റ് കോണ്ടാക്ട് വിത്ത് ദ ഓഡിയൻസ് എന്നുള്ളതാണ്. നമ്മുടെ ഗ്ലാമർ ഒന്നുമില്ല അവിടെ. കഴിഞ്ഞതിന് ശേഷം ഇന്ററാക്ഷൻ വിത്ത് ഓഡിയൻസ് ഭയങ്കര സാധ്യമാണ്. മറ്റത് നമ്മൾ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ആ നാടകം കാണുന്ന വലിയ മെഗാ ഇവന്റ് കണ്ടിട്ട് ഒരു പക്ഷേ നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് പിന്നിൽ പോയി കാണുന്നത്. സാധാരണ മനുഷ്യരൊന്നും 1000 രൂപ ടിക്കറ്റ് എടുത്ത് പോയി കാണാറേ ഇല്ല എന്നുള്ളതാണ്. അതിപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പേര് ഇപ്പോൾ കാണുന്നുണ്ടെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ തിരിച്ച് നമുക്ക് ഈ പഞ്ചായത്തുകളിലേക്ക് ഇറങ്ങിയിട്ട് പണ്ട് നാടകം കളിച്ചവരും പൊടി പിടിച്ച് പറ്റാതെ ഹെൽത്തി അല്ലാതെ ഇരിക്കുന്ന സമയത്ത് പോലും പ്രായത്തിന് അതീതമായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ചെറുനാടകങ്ങളിലേക്ക് ഒരു സാധ്യത. ചെറുനാടകങ്ങൾ മാത്രം സുഖവാസ കേന്ദ്രമായിട്ട് കാണുക എന്നുള്ളതല്ല, നാടകം വിതയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും വലിയ മെഗാ നാടകം ചെയ്യുന്ന ജോസ് ചെറുമ്പിലും സ്കെച്ചുകൾ ധാരാളം ഇറക്കിയിരുന്നു. അന്ന് 80കളിൽ ഇറക്കിയ സ്കെച്ചുകൾ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാള് 2 പേരൊക്കെയുള്ള സ്കെച്ചുകൾ, ടാഗോർ സ്കെച്ചുകൾ, സ്കൂളൂർ സ്കെച്ചുകൾ, പല സംഗതി. അപ്പൊ അതെന്തിനാ വെച്ചാൽ അത് ഒരു പാകപ്പെടലാണ്. ഈ വലിയ നാടകങ്ങൾ കോറസായിട്ട് നിൽക്കുന്നവരിൽ പോലും പിടിച്ചെടുത്തിട്ട് അതിന് ചെറുനാടകങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്യുന്ന സോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആയിരക്കണക്കിന് നാടകങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഫാസിസം തന്നെയായിരിക്കും. തെരുവ് നാടകങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെ നിന്ന് ഈ മുറ്റത്തു നിന്നാണ് ഒറ്റക്കല്ല ഒറ്റക്കെട്ട് എന്നുള്ള നാടകം നമ്മൾ ചെയ്തത്. CA-ക്കെതിരെയായിരുന്നത്. നമ്മളിരിക്കുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ആ നാടകം കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ കളിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. അത് ഈ പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കുന്നതിനെതിരെയുള്ള മൂവ്മെന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ തിയേറ്ററും കൂടി വരണം. അത് ഗ്ലാമർ ഇല്ലാതെ ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും എപ്പോൾ കളിച്ചാലും വരണം എന്നുള്ളതാണ്. ഡേവിസെ നന്ദി എന്ന് പറയണം. അതിനുശേഷം തീയോ ഒരു പാട്ട് പാടിക്കൊണ്ട് നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് നീങ്ങും. വാ. ഹലോ, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് നാടകത്തിന് മുമ്പ് ചർച്ച എന്നുള്ളത്. നാടകം കഴിഞ്ഞിട്ടുള്ള ചർച്ചകളുടെ നാടകം ആസ്വദിച്ച ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. കാരണം അതാണ് യഥാർത്ഥ നാടകമായിരുന്നത്. പിന്നീട് എന്തായാലും ഇങ്ങനൊരു ചർച്ചയിൽ പങ്കെടുത്ത് നാടകത്തിന് വേണ്ടി, അല്ലെങ്കിൽ നാടകം വീട്ടുമുറ്റത്തല്ല എല്ലായിടത്തും എപ്പോൾ വേണമെങ്കിലും കളിക്കാവുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാവട്ടെ, അതിനുവേണ്ടി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇതിലൊരു കാര്യം എടുത്തു പറയേണ്ടത്, ആരാ പറഞ്ഞെന്നറിയില്ല, സംഘാടകരെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കാലത്ത് നാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും മത്സരബുദ്ധിയോടെ വളരെ കൃത്യമായിട്ട് എന്താ പറയുക, കലാസമിതി പ്രവർത്തനങ്ങളുടെ വേറൊരു ലെവലിൽ നിന്നിരുന്നൊരു കാലത്ത് നിന്ന് മാറിയതിൻ്റെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോഴും നാടകങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ PKN മാതൃഭൂമിയുടെ അഡ്രസ്സ് എഴുതിയ പോലെയാണെന്ന് മാത്രം. മാതൃഭൂമി കോഴിക്കോട് 1 കൂടിയ 2. അപ്പോൾ 1-2 നാടകാവതരണങ്ങളിലൂടെ ഇത് അവസാനിക്കരുത്. എല്ലാ നാടകങ്ങൾക്കും, ചെറുതാവട്ടെ വലിയ നാടകങ്ങളാവട്ടെ, അത് നമ്മുടേതായ ഇടങ്ങളിൽ നമ്മൾ തന്നെ സംഘാടകരായി സംഘടിപ്പിക്കാനും ആൾക്കാരുടെ മുന്നിൽ എത്തിക്കാനുള്ള പ്രവർത്തനം കൂടി ഇനിയുള്ള തുടർന്ന് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത, ചർച്ചയിൽ പങ്കെടുത്ത, നാടകം ആസ്വദിക്കാൻ എത്തിയ എല്ലാവർക്കും നന്ദി പറയുന്നു. നാടകം ഉടനെ ആരംഭിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ഈ ടീമിന് എൻ്റെതായിട്ടുള്ളൊരു സംഗതിയും കൂടിയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ഈ പറഞ്ഞ ഈ ചുവന്ന ഉറയിൽ ഇടുക എന്നുള്ളതാണ്. ഇഷ്ടമുള്ളത് ഈ ചുവന്ന ഉറയിൽ നമുക്ക് ഇടാം, ഇഷ്ടമുള്ളത് ഇടുക എന്നുള്ളതാണ്.